ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സുഖം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സുഖം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമാണോ? അസുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്റർടൈൻമെന്റ് കീഴിലേക്ക് സ്വാഗതം. അപ്പൊ കിഴി എപ്പിസോഡിലേക്ക് കടക്കാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? പറയൂ. തമിഴ്. ഏറ്റവും കൂടുതൽ തമിഴ് കിട്ടുന്നവർ വിജയിക്കും. ഇന്നലെ മലയാളമായിരുന്നു, അപ്പൊ ഇന്ന് തമിഴ് ആയിരിക്കട്ടെ. ടൈല്. ഹെഡ്. എന്താടാ? അല്ല, ഒന്നുമില്ല, തീരുമാനമായല്ലോ എന്ന് ഓർത്ത് ചിരിച്ച. ഓക്കെ, ഫസ്റ്റ് വൺ. കാഞ്ചന 4. സന്തോഷം. കാഞ്ചന 4 സിനിമയിൽ നായികയായിട്ട് വരുന്നത് പൂജ ഹെഗ്ഡെ ആയിരിക്കും എന്നുള്ളത് ചെറിയൊരു റൂമർ ഉണ്ടായിരുന്നു. ഓക്കെ, അതിപ്പോഴും ഉണ്ട്. പക്ഷേ കൂടെ നോറ ഫത്തേഹി ആളുടെ പേരും കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് തന്നെ തമിഴ് കിഴി എടുത്തിട്ടാണ് ഓണ. വാഴ 2 സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് 1 നടക്കുമെന്നാണ് കേൾക്കുന്നത്. മാവേലിക്കരയാണ് പ്രധാന ലൊക്കേഷൻ. പൊളി സാധനമായിരുന്നു അല്ലേ? പിന്നെന്താ, ഇനി അത് നമ്മുടെ ആശ്രാൻ ടീമാണ് കൈകാര്യം ചെയ്യുന്നത്. ആശ്രേ ഞെട്ടിക്കണേ, പൊളിക്കണേ, വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? തമിഴ് കിട്ടല്ലേ പ്രാർത്ഥിക്കുന്നു. ദൈവം കേട്ടിട്ടുണ്ടടാ. നിന്റെതല്ല കേട്ടത്, അല്ലേ? ഇവിടുത്തെ മിഡിപ്പാ കേട്ടത്. സത്യമായിട്ടും എന്റെ പ്രാർത്ഥന അങ്ങോട്ട് കേൾക്കുന്നില്ല. അത് സൂര്യ 45 സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തത് ഒക്ടോബറിലേക്കാട്ടോ. ഒക്ടോബർ. സന്തോഷം. ഒക്ടോബർ. നമ്മുടെ RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇത് ഇന്റർനാഷണൽ ഫ്ലോപ്പ് ആവാൻ പോവാണല്ലോ. ഞാന് ശരി ഇതിനോട് ചേർത്ത് പറയല്ലേ. ഒരു വടക്കൻ വീരഗാഥ സിനിമയുടെ 4K വേർഷൻ ഫെബ്രുവരി 7 റിലീസിനെത്തുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ പോവാം. ഫെബ്രുവരി 6 ഫെബ്രുവരി 7. ഓക്കെ. അടുത്തത് ദാവീദ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇനി മമ്മൂട്ടി ചേട്ടനോടൊപ്പം, അതായത് ഡൊമിനിക്കിന്റെ കൂടെ ഇത് പ്ലേ ചെയ്യും. ഓക്കെ. പിന്നെ പെപ്പയ്ക്ക് ലൈസൻസ് കിട്ടിട്ടോ. പെപ്പയ്ക്ക് ഇടികളെ ലൈസൻസ്, അതായത് ബോക്സിംഗ് ടീം കൊടുത്തിട്ടുണ്ടല്ലേ? പ്രൊഫഷണൽ ബോക്സിംഗ് ലൈസൻസ് ആണ് കിട്ടിയത്. ട്രെയിനിങ് കഴിഞ്ഞപ്പോ അധികം വർത്താനം പറയണ്ട ആളോട്. അതല്ല, പറയുമ്പോ ശ്രദ്ധിക്കുക. അടുത്തത് സന്തോഷ് ട്രോഫി. ഉണ്ണീമൻ തന്നെ ആണെങ്കിലേ ഒരു ഫോൺ കോളിൽ നിൽക്കും. ഇത് നേരിട്ട് വന്നിട്ടേ 2 പഞ്ചരി. രണ്ടാമത്തിന്റെ ആവശ്യമുണ്ടോ നിനക്ക്? അല്ല, നമ്മുടെ കാര്യമല്ല. ഓരോന്ന് അങ്ങനെ രണ്ടെണ്ണം കണക്കൂട്ടി. സന്തോഷ് ട്രോഫി സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടെങ്കിലേ മുട്ടുവിൻ തുറക്കപ്പെടും, അല്ലെങ്കിൽ തള്ളി തുറന്നാലും കൊള്ളാം. അതിലൊരു എന്താ അല്ലേ 2-0 എന്ന് ഓർക്കുമ്പോ മനസ്സിനൊരു സുഖം കിട്ടുന്നില്ലടാ. ഇനിയുണ്ട് ഒരുപാട് കിഴി. അത് ഞാൻ തിരിച്ചു വരും, അത് നീ ബേജാറാവണ്ട. അതില് ഞാൻ എന്തായാലും തിരിച്ചു. അത് കിട്ടണം. നീ തളർന്നു പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് തുടക്കത്തിലെ തന്നെ അടി കിട്ടിയോണ്ട് തളർന്നു പോയത്. 2024 എനിക്ക് സംഭവിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ തളർന്നിട്ടുണ്ടോ? തളർന്നിട്ടില്ല. കിഴി എപ്പിസോഡിന്റെ സമയത്ത് തളർന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തളർന്ന് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വീഡിയോയിലല്ലോ. തളർച്ചയാവാം. ജയിലർ 2 സിനിമയുടെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ടീസർ അനൗൺസ്മെന്റ് ടീസർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. അല്ല കേട്ടോ, ഒറിജിനലാണേ. ഓക്കെ. പിന്നെ മറ്റൊന്ന് കാസ്റ്റിംഗ് ഗോൾഡ് ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. എന്താണെങ്കിലും 3-1 അറിയാണ്ട് ഒന്ന് കയറ്റി വിട്ടത് അതിനിടയ്ക്ക്. ഐഡന്റിറ്റി മലയാളം ആക്കിയാൽ മതിയായിരുന്നു. ഐഡന്റിറ്റി സിനിമയുടെ OTT റിലീസ് ജനുവരി 31 C5. ഓക്കെ. സംഭവം നല്ല കളക്ഷൻ കയറി ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം. ഒഫീഷ്യലായിട്ട് IMDb റേറ്റിംഗ് 9 ആണ്. 9 ഉണ്ട്. അതെ. ഓക്കെ. അടുത്ത കീഴേ ഗുഡ് ബാഡ് അഗ്ലി. ഇന്ന് നിനക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ. എന്നെ കൊണ്ട് പോകാൻ വന്നാ. അജിത് കുമാർ നായകനാവുന്ന ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ 10 സിനിമ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഏപ്രിൽ 10 വരില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്.
പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാണെന്നുള്ളതൊക്കെ ഇനി പിന്നെ വഴിയെ. ഓക്കെ, അത് വീടാൻ വിചാരിച്ച് ഒരുപാട് ഓടാനുള്ളതല്ലേ. അതൊരു സത്യം. അപ്പോൾ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഇറക്കാം എന്നുള്ളത് തന്നെയായിരിക്കും തീരുമാനം. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമ കേട്ടോ. ഓക്കെ, എന്താ അവിടെ ഒരു സന്തോഷമൊന്നും കാണാത്ത? ഒരാൾക്ക് ഇവിടെ ഭയങ്കര വിഷമം. എമ്പുരാൻ കൊള്ളാം. സിനിമയുടെ ടീസർ നാളെ വരുന്നുണ്ട് 7/7. എന്നാൽ അതേ സമയം തന്നെ തിയേറ്ററിൽ ലൈവ് ഇടുന്നുണ്ട് ഫാൻ ഷോ. ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. പല തിയേറ്ററുകളിലും ചാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 7/7 നമ്മുടെ ജയിലറിന്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ. അതൊരു ഗംഭീര സാധനമായിരിക്കും കേട്ടോ. വരട്ടെ. അത് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഭാഗ്യം കൂടിയാണ്. സത്യം. അല്ലേ, അത് എപ്പോഴായിരിക്കും സമയം? ആ ടൈമിന് കറക്റ്റ് ടൈം ലൈവാണ്. ഓക്കെ, കൊള്ളാം. അത് കൊള്ളാം. എന്തായാലും ടീസർ ലോഞ്ചിങ് ഒക്കെ ഉണ്ട്. അത് 6 മണിക്കാണ് തുടങ്ങുന്നത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. നാളത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിന് പിന്നെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കല്യാണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടിക്കാണ് ഇത്രയും വെയിറ്റ് ചെയ്തുള്ളത്. അതൊരു സത്യം. ശരിക്കും ഇങ്ങനെ കണ്ണിന് എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് ടീസർ വരുന്ന ഒരു നിമിഷം. എനിക്ക് ഈ സമയത്ത് തോന്നുന്ന സീൻ എന്താണെന്നറിയോ, നമ്മുടെ റൈഫിൾ ക്ലബില് വിജയരാഘവനോട് ചോദിക്കൂലേ, ചേട്ടൻ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ ശരിയുണ്ടല്ലോ. അത് തന്നെ സത്യം. ശരിക്കും ആ ഒരു ടീസർ ലോഞ്ചിങ്ങിനെ അങ്ങനെ കാത്തിരിക്കണ്ടോ. ഇവിടെയാണ് ഈ പള്ളി പെരുന്നാള്. എവിടെ? നമ്മുടെ മണിമൂളി. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ വരണം ടീസർ ചെയ്യണമെങ്കിൽ 7 മണിക്ക്. ഓക്കെ, അടുത്ത കിഴി ജാട്ട്. ഭാഗ്യം. ജാട്ട് ആണല്ലോ. അല്ല, ഹിന്ദി ആണല്ലോ. ജാട്ട് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഏപ്രിൽ 10 സിനിമ റിലീസിന് എത്തുമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല, ജാട്ട് 10 ഏപ്രിൽ 10 ജയിച്ചു നിൽക്കുന്നതും പോരാ, എന്നിട്ട് നീ ഒരുമാതിരി ഊള പരിപാടിയും കൂടെ കാണിക്കരുത്. വേൾഡ് വൈഡ് റിലീസ് ജാട്ട് പാണ്ടി ഏപ്രിൽ 10. പാണ്ടി കരിമ്പാറാന്ന് വിളിക്കുന്ന അത്തരക്കാരൻ നെഹിഹ്. അടുത്തത് മോനെ റെട്രോ. സൂര്യല്ല, ഇനി അങ്ങോട്ടുള്ള കിഴികളൊക്കെ തമിഴായിരിക്കും. എന്താണെങ്കിലും റെട്രോ സിനിമയുടെ റിലീസ് അല്ല, ഫസ്റ്റ് സിംഗിള് ഉടൻ തന്നെ എത്തും എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. ലവ് സ്റ്റോറി ആയിരിക്കും അല്ലേ? ലവ് സ്റ്റോറിയോ? ലവ് സോങ്. സ്റ്റോറി അല്ല, ലവ് സോങ്. ജയിച്ചാലും ഭ്രാന്താവുന്നുള്ളത് ഇപ്പോൾ മനസ്സിലായത്. അല്ല ജയിച്ചോണ്ടിരിക്കുമ്പോ ജയിച്ചു എന്ന് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഇത് ശരിക്കും ആരും മാതൃകയാക്കരുതേ. കാരണം നമ്മൾ അവസാന പോയിന്റ് വരെ ആത്മവിശ്വാസം കൈവിടാതെ പോരാടിക്കൊണ്ടിരിക്കും. പിന്നെ ഒരിക്കലും കൈവിടരുത്. 5 എണ്ണം കണ്ട് തമിഴ് എടുത്ത് വെച്ചേക്കും. ഇനി ഞാൻ എവിടെ പോയിട്ട് തിരിച്ചു വരാനാണെന്ന് ആലോചിച്ചോ. എന്നിട്ട് ആത്മവിശ്വാസം കൈവിടരുത്. ആകെ 3-4 കിഴിയുണ്ട്. എന്തൊരവസ്ഥ. കാറ്റ് എനിക്ക് അനുകൂലമായി വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദളപതി 69 സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് പൊങ്കൽ 2026. ഓക്കെ, സന്തോഷം. എന്നിട്ടാണ് നോക്കണ്ട. ഇപ്പൊ 6 എണ്ണം കണ്ടെടുത്തു തമിഴ്. ആകെ എടുത്തേക്ക് ഒരെണ്ണം. എന്നിട്ട് പറയാം ആത്മവിശ്വാസം കൈവിടരുത്. ഇല്ലടാ, ഞാൻ വിടുന്നില്ല, എന്നെ തന്നെ വെച്ചിട്ടുണ്ട് ആത്മവിശ്വാസം. ഞാൻ ലാസ്റ്റ് വരെ തോറ്റാ പോലും ചിരിച്ചു നിൽക്കും. അതല്ലേലും അങ്ങനെ നിൽക്കുള്ളൂ, അല്ലാണ്ട് ഞാൻ കരയൊന്നുമില്ല. അത് വിചാരിച്ച് നീ ഇരിക്കും വേണ്ട. ലാലേട്ടൻ അമൽ നീരദ് മൂവി. പൊളി സിനിമ സാഗർ ഏലിയാസ് ജാക്കിന്റെ 2ാം ഭാഗമായിരിക്കും എന്നൊക്കെ വൻ റൂമറുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ഫ്രഷ് ഐറ്റം ആയിരിക്കും, പുതിയൊരു സിനിമ ആയിരിക്കും. നിന്നോട് ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചോടാ. സാഗർ ഏലിയാസ് ജാക്കി അതിന്റെ പേരെന്തായിരുന്നു ഓർമ്മല്ലേ? സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ് എന്നാണ്. ഇനി അതാണ് സിനിമ വരുന്നതെങ്കിൽ, അതല്ല കേട്ടോ, നമ്മൾ പറയണം എന്തായിരിക്കും അതിന് പേരിടാൻ പറ്റിയത്? റീലോഡഡ് എന്ന് കൊടുക്കേണ്ടി വരും. അതൊരു സത്യം കേട്ടോ. ശരിക്കും ജാക്കി എന്ന് മാത്രം പേരിട്ടാ സൂപ്പറാവൂലേ? ജാക്കി അല്ലേ? അത് ആ ഒരൊറ്റ പേര് മതി. അതെ, സംഭവം ഹൈപ്പ് നല്ലോണം കയറും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒട്ടും എക്സൈറ്റ്മെന്റ് ഇല്ല കേട്ടോ. അത് എനിക്കും ഇല്ലല്ലോ. എനിക്ക് പുതിയ 20ാം നൂറ്റാണ്ട് തന്നെ. അതെ, അതവിടെ നിൽക്കട്ടെ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം ചിന്തിക്കാൻ പറ്റൂല. പുതിയ രീതിയിൽ, ശരിക്കും നാടൻ രീതിയിൽ അവതരിപ്പിക്കണല്ലേ. നല്ലൊരു അടിപൊളി സാധനം. അതായത് സ്റ്റൈലിഷ് ആയിട്ടുള്ള അല്ലാതെ, എന്നിട്ട് അമൽ നീരദിന്റെ ആ സ്റ്റൈലിഷ് പരിപാടി, അമൽ നീരദ് കൊത്തിയിട്ടുള്ള പരിപാടി, നാടൻ തോക്കും
ഉണ്ട് വെടിയുണ്ട്. പിന്നെ തോക്ക് എന്തിനാ ഉണ്ടില്ലാതെ? ഉണ്ട വേണല്ലോ തോക്കിന്. ആ വേണം. അല്ല ഞാൻ പറഞ്ഞതാ, ഒരു ആവേശത്തിനങ്ങ് പോയതല്ലേ. ഉണ്ടെന്ന് പറഞ്ഞേ. ഒരു ഉണ്ട. ഓക്കെ, ബോംബ്, നാടൻ ബോംബ്. ഓക്കെ, അടുത്ത കിഴി. അളിയാ നീ ഒരു മലയാളം പോലും എടുത്തില്ലല്ലോ. കിഴി മനെടുത്തിട്ടില്ലേ? ഒറ്റൊന്നും എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ മലയാളം കാണും ഇന്ന് വെച്ചായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയാണ്. റോസ് മാറി കിട്ടും. ഇന്നത്തെ ദിവസം എനിക്കുള്ളതാ. ശരി. മഹേഷ് ബാബു SS രാജമൗലി മൂവി SSMB 29. SSMB 29 സിനിമയുടെ ഒരു കിടിലൻ അപ്ഡേറ്റ് നമ്മുടെ SS രാജമൗലി തന്നിട്ടുണ്ട്. അതായത് മഹേഷ് ബാബു ജയിലിലായി. തമാശക്കാണെങ്കിലും അങ്ങനെയൊന്നും പറയല്ലേന്ന് പറയാതെ. സത്യല്ലേ? ഇനി 5 വർഷത്തേക്ക് നോക്കണ്ടെന്ന്. അല്ല, ഇതെന്തായാലും ഭാഗ്യമുണ്ട്. നമ്മുടെ പ്രഭാസ് പെട്ട പോലെ ഒന്നും പെട്ടിട്ടില്ല. അതില്ല, സത്യം. ഇപ്പൊ ഒരു 1.5 വർഷം മാത്രമേ സത്യം തടങ്കലിടുന്നുള്ളൂ. നീ ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു 1.5 വർഷം കൂടി. എന്തല്ലേ സൂപ്പർ താരം. ഒന്നും കമ്മിറ്റ് ചെയ്യണ്ട. ഇനി മാനേജറെ അപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടോ ഒരു 4 വർഷത്തേക്ക് ഒന്നും നോക്കരുത്, ഒന്നുമില്ല, ഇതിൽ തന്നെ പോട്ടെ. എന്താ സാറേ, എന്താ പ്രശ്നം? എടാ നീ ഇത് കണ്ടില്ലടാ, ഞാൻ കൂട്ടിലാണ്. അഴി കണ്ടില്ലേ ഇത്? സത്യം. അടുത്തത് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ. അത് കണ്ടില്ലേ ആ സീന്? ഇങ്ങനെ ആടുമല്ലോ. കണ്ടില്ലേ? ഏതാ ഏതാ? എന്നാ അത് കേക്ക്. അതായത് ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഒരാള്. പിന്നെ വരുമ്പോ ഊഞ്ഞാല് മാത്രം വരും. അത് വരുമ്പോ കട്ടപ്പനയിലെ സത്യം ഓർത്തെടുക്കുമായിരുന്നു. ഒരു സീനാണ്. അടുത്ത കിഴി വിടാമുയർച്ചി. ആന്ധ്ര തെലുങ്കാന റൈറ്റ്സ് ഏഷ്യൻ സുരേഷ് എന്റർടൈൻമെന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അല്ല, ഞാനല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഈ സുരേഷിനെ കണ്ടിട്ടുള്ളൂ. യൂറോപ്പിലെവിടെ സുരേഷ് പേരുള്ള എത്ര പേരുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയേക്കുന്നവര്? അങ്ങനെയല്ല, അതൊക്കെ അതിൻ്റെ കാണി ഇവിടെ അല്ലേ. സുരേഷ് ഏഷ്യയിലേ ഉള്ളൂ. ഓക്കെ, അടുത്ത കിഴി. അയ്യോ, ടോക്സിക്. ഞാൻ ഭയങ്കര ടോക്സിക്കാരന്. വൃത്തിയോട്ട ടോക്സിക്കാരൻ. ഞാൻ അങ്ങനെ പാണ്ടി മതി. പാണ്ടി കരിമ്പാറ. ടോക്സിക് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ടോക്സിക് സിനിമയിൽ നമ്മുടെ ഷാറൂഖ് ഖാൻ, കിങ് ഖാൻ, ആള് ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോളിൽ ഉണ്ടാവും എന്നുള്ളത് റൂമറുണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ സിനിമയുടെ വലിപ്പം എന്താ? ഞാൻ അതിനെ കുറിച്ച് ഒന്നല്ല ചിന്തിക്കുന്നത്. ഗീതു മോഹൻദാസ്, അതായത് KGF ശേഷം യഷിന്റെ അടുത്തേക്ക് ഒരു സിനിമയായിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അത്ഭുതമാണ്. സത്യം. അത് കൺവിൻസ് ചെയ്ത് സിനിമ തുടങ്ങി, അതവിടെ ഇരിക്കട്ടെ, ആ ഞെട്ടലിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അതിലേക്കാണ് കാമിയായിട്ട് SRK വരുന്നത്. ഷാറൂഖ് ഖാൻ, ഗീതു മോഹൻദാസിന്റെ റേഞ്ച് എന്താ? നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സ്റ്റീഫൻ എന്ന് പറഞ്ഞില്ല, അതേപോലെ. അത് ശരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ കറക്റ്റ്. അത് ഇപ്പളാ അല്ല പാർവതി മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സ്റ്റീഫൻ. ഉദ്ദേശിച്ച ആളല്ല. സത്യം. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. കിഴിയുടെ കൂടെ മറ്റൊരാളും. ബൈ. എന്താ ഓടുന്നു? തീർക്ക്. പരാജയപ്പെട്ടവർ ഒരിക്കലും ഓടാൻ പാടില്ല. അവിടെ തന്നെ നിക്കണം, എന്നിട്ട് എല്ലാം ഏറ്റുവാങ്ങണം അല്ലേ. പെട്ടെന്ന് പോവാണെങ്കിൽ കുറെ കുറഞ്ഞു കിട്ടുമല്ലോ, അതുകൊണ്ടാ.